ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നേ ഒരു തട്ടിക്കൂട്ട് അച്ചാറുമായിട്ട് വന്നതാട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാർ. ഇത് ഉണക്ക മീനും കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ പോയി വന്ന സമയത്ത് വാങ്ങിയ ഉണക്കമീനാണ്. ഒരു 3 ഐറ്റം ഉണക്കമീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് 2 എടുത്തിട്ട് ഒരു അച്ചാർ ഇടാലോ എന്ന്. ഞങ്ങൾക്കിങ്ങനെ അച്ചാറിടേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് അങ്ങനെ അച്ചാറിടാനും അറിയണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എൻ്റെ ഉമ്മ നന്നായിട്ട് അച്ചാറിടുന്ന ആളായിരുന്നു. എല്ലാ ഐറ്റം കൊണ്ടും അച്ചാറിടും. ഭയങ്കര ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഏത് എന്താ ഭക്ഷണമാണെങ്കിലും ഉണ്ടാക്കും. അങ്ങനെ ഒരാളായിരുന്നു. 4 മാസം മുമ്പ് ഉമ്മ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ ഉമ്മാൻ്റെ ഫുഡ് അതിലേറെ ഞങ്ങൾ ഉമ്മാനെയൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നല്ല തണുപ്പാണ്. ഇവിടെ രാവിലെ ചില സമയത്ത് അതുകൊണ്ട് തന്നെ ഒക്കെ കഞ്ഞിയൊക്കെ കുടിക്കും. അപ്പോൾ അച്ചാറും ഉണക്കമീനൊക്കെ കണ്ടിട്ടാണ് കഞ്ഞി കുടിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു അച്ചാർ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് അച്ചാർ വാങ്ങിയത് ഇവർക്ക് ആർക്കും ഇഷ്ടമല്ല താനും. അപ്പോൾ എന്നാൽ ഒരു അച്ചാർ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഇതിന്ന് 2 മീനെടുത്തിട്ട് അച്ചാർ ഇടാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ വീഡിയോ എടുക്കുകയല്ലേ, അപ്പം നിങ്ങളെ കൂടി കാണിക്കാം എന്ന് വിചാരിച്ചു. ഇത് ഞാൻ തളമീൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞതാണ്. അതിന് ശേഷം കുറച്ച് നേരം മാത്രം വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു കേട്ടോ. ഇത് പിന്നെ ഇങ്ങനെ കഴുകിയെടുക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ചെറിയൊരു ക്ലിപ്പേ ഉണ്ടായിരുന്നുള്ളൂ. അതിനെ ഞാൻ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുത്തു. നന്നായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ നമ്മളിത് പൊരിക്കുന്നില്ലല്ലോ, നമ്മൾ ചെറുതായിട്ട് മാത്രമല്ലേ അടുപ്പിൽ വെക്കുന്നുള്ളൂ. ഇനി അച്ചാറിലേക്കുള്ള സാധനങ്ങൾ സാധാരണ അച്ചാറിലേക്കുള്ള പോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഓയിൽ, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് പകരം ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കേട്ടോ ഇടുന്നത്. പിന്നെ നമ്മുടെ കായപ്പൊടി. ഗ്യാസിലൊരു ചട്ടി വെച്ചിട്ടേ ഞാൻ അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കടുക്, ഉലുവ എന്നിവ ഇട്ടു. അത് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കൊണ്ടാട്ട മുളകുണ്ടേ, അപ്പോൾ ഞാൻ അതും കൂടെ അതിനകത്തേക്ക് ഒരു 4-5 ഇട്ടു. കാരണം എനിക്കിഷ്ടമാണത് ആ മുളക്. അപ്പോൾ ഈ അച്ചാറിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. പിന്നെ അതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഞാൻ ഇട്ടത്. നിങ്ങളെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഉണ്ടാവും. ഇപ്പം എൻ്റെ കയ്യിൽ അതില്ല, അതുകൊണ്ടാണ് ഞാനത് ഇടാഞ്ഞത്. അതിൻ്റെ പേസ്റ്റാണ് ഞാൻ കൂടുതലും വാങ്ങാറുള്ളത് കേട്ടോ. അതിന് ശേഷം നമ്മൾ മറ്റേ കായപ്പൊടിയും കൂടെ അതിനകത്തേക്ക് മിക്സ് ചെയ്തു. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി കേട്ടോ. അതിൻ്റെ ആ ഒരു പച്ചച്ചൊവ മാറുന്നത് വരെ ഞാനത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടീൻ്റെ കൂടെ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നേ. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അതുപോലെ തന്നെ സാധാരണ മുളകും പൊടി, ഞാൻ ആദ്യം ഇട്ടത് കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ കുറച്ച് വിനേഗറും കൂടെ ഇട്ടിട്ട് ഞാൻ നന്നായിട്ടതൊന്ന് ഗ്രേവി ആക്കിയിട്ട് എടുക്കണേ. അതിന് ശേഷം ഞാൻ പിന്നെ ഉപ്പും മുളകൊക്കെ നോക്കി. ഇപ്പം ഇച്ചിരി മുളക് പൊടി കുറവാണ്, അപ്പം ഞാൻ ഒന്നും കൂടെ കാശ്മീരി മുളക് പൊടി കേട്ടോ പിന്നെ ഇട്ടത്. അതിന് ശേഷം അതാ കുറച്ച് കറിവേപ്പില ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അത് ഒത്തിരി ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു, എന്നാലും ഞാനത് ഒന്നുകൂടെ അതിനകത്തേക്ക് ഇട്ടു. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നമ്മൾ ഉണക്കമീൻ ഉണ്ടല്ലോ, അതും കൂടെ അതിനകത്ത് മിക്സ് ചെയ്തിട്ട് ആ മീനിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഗ്രേവി എത്തുന്ന രീതിയിൽ നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഞാനതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് കുറച്ച് നേരം വെച്ചു. അതിന് ശേഷമാണ് കേട്ടോ ഞാൻ സെർവ് ചെയ്തത്. അപ്പം നിങ്ങൾ എല്ലാവരും ഭക്ഷണം പല വെറൈറ്റീസ് ഉണ്ടാക്കുന്നതാണല്ലോ, ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ. അച്ചാറില്ലാത്ത സമയത്തൊക്കെ നമുക്ക് അച്ചാറായിട്ടും അതേപോലെ തന്നെ ഉണക്കമീനിൻ്റെ ഇല്ലെങ്കിൽ അത് ആ സമയത്ത് അതായിട്ടൊക്കെ കഴിക്കാം. മോള് ഭക്ഷണം ചോദിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് പറയടി എന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്, അച്ചാറിൻ്റെയും അതുപോലെ ഈ ഉണക്കമീൻ്റെയൊക്കെ ടേസ്റ്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അവൾ ഇന്ന് തന്നെ എടുത്തതുകൊണ്ടാണ്. 2 ദിവസം കഴിഞ്ഞാൽ നല്ല അതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഷെയറും കമൻറ്റും ലൈക്കും ഒക്കെ ഒന്ന് ചെയ്യാം. മടിക്കല്ലേ ഫ്രണ്ട്സ്. അതുപോലെ തന്നെ നിങ്ങളെ കൂടെ കൂട്ടണേ എന്നെ. ഓക്കെ, ബായ്.